രാജ്യത്ത് നമുക്കറിയാം ഒന്നാം UPA സർക്കാരിൻ്റെ കാലത്ത് പെട്ടെന്ന് രൂപപ്പെട്ട ഒരു പദപ്രയോഗം തന്നെയാണ് ഹിന്ദു ടെറർ എന്ന് പറയുന്നത്. അത് മലേഗാവുമായി ബന്ധപ്പെട്ടും സ്വാമി അസീമാനന്ദൻ്റെ പേരിൽ ആരോപിക്കപ്പെട്ട സംജോത എക്സ്പ്രസിൻ്റെ സ്ഫോടനം. അപ്പോൾ അതിന് മുൻപൊന്നും ഒരു ഭരണകൂടത്തിൻ്റെ ഭാഗത്ത് നിന്നും കോൺഗ്രസ്സാണ് മുൻപും രാജ്യത്ത് ഏറ്റവും കൂടുതൽ അധികാരത്തിലിരുന്നത്. അപ്പോൾ അന്നൊന്നും കേട്ടുകേൾവിയില്ലാത്ത ഹിന്ദുത്വ ഭീകരത എന്നൊരു പദപ്രയോഗം ഉണ്ടാകുന്നു. ഒരു ഭാഗത്ത് ഇസ്ലാമിസ്റ്റുകൾ തുടർച്ചയായി രാജ്യത്ത് സ്ഫോടനം നടത്തുകയാണ്. നാഷണൽ ക്യാപിറ്റലിൽ 5 സ്ഫോടനമാണ് ആദ്യത്തെ UPA സർക്കാരിൻ്റെ കാലത്തുണ്ടായത്. മുംബൈയിൽ തുടർച്ചയായി ആക്രമണങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ ഇതിനെ സാമാന്യവൽക്കരിക്കുവാനായി മുസ്ലിം ചെറുപ്പക്കാർ മാത്രമല്ല സ്ഫോടനം നടത്തുന്നത്, ഹിന്ദു ചെറുപ്പക്കാരും ആ വഴിയിലേക്ക് നീങ്ങുന്നുണ്ട് കേട്ടോ എന്ന് കാണിക്കാൻ വേണ്ടി രൂപപ്പെടുത്തിയതാണ് ഈ ഹിന്ദു ടെറർ എന്ന വേർഡ് തന്നെ എന്നാണ് ഇപ്പോൾ ഈ RVS മണിയെ പോലത്തെ അന്നത്തെ ഉദ്യോഗസ്ഥന്മാർ വെളിപ്പെടുത്തുന്നത്. അതിൻ്റെ ഒരു അടിസ്ഥാനപരമായ ഒരു കാര്യം, ഇതിന് 3-4 വശങ്ങളിലേക്ക് നമുക്കിതിൻ്റെ ചിന്ത കൊണ്ടുപോകാൻ കഴിയും. ഒന്ന്, എന്തിനാണ് ഹിന്ദു ഭീകരത എന്ന് പറയുന്ന ഒരു വാക്ക് അവർ കോയിൻ ചെയ്യുന്നതും പിന്നീട് അതിന് വലിയ പ്രചാരണം നൽകുന്നതും സർക്കാർ തലത്തിൽ അതിന് രേഖകൾ ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ്. ഒന്ന്, ഇവർ എത്രയൊക്കെ ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടും മുസ്ലിം സമൂഹത്തിലെ ഒരു വിഭാഗം ജനങ്ങൾ എന്നതിനപ്പുറത്തേക്ക് ഭാരതത്തിലെ മുഴുവൻ മുസ്ലിങ്ങളും ഈ രീതിയിൽ ചിന്തിക്കുന്ന രീതിയിലേക്കോ വർഗീയവൽക്കരിക്കുന്ന രീതിയിലേക്കോ കാര്യങ്ങൾ പോയിട്ടില്ല എന്നുള്ളത് ഈ കാലത്തും ഈ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തിയവരുടെ ഒരു പോരായ്മയായിരുന്നു. അപ്പോൾ മറുവശത്ത് നിന്ന് തങ്ങളെ ഇല്ലാതാക്കാൻ ഭാരതത്തിലെ ഹിന്ദുത്വ ശക്തികൾ തയ്യാറെടുക്കുന്നു, അവർ സ്ഫോടനങ്ങൾ ആസൂത്രണം ചെയ്യുന്നു, തങ്ങളെ നാളെ വംശഹത്യ ചെയ്തേക്കാം എന്നൊരു ചിന്ത ഇവിടുത്തെ മുസ്ലിം ജനവിഭാഗത്തിനിടയിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി നടത്തിയിട്ടുള്ള ഒരു പ്രചാരണമായിട്ടാണ് ഒന്ന് ഞാനിതിനെ കാണുന്നത്. 2, ഈ പറയുന്ന രീതിയിൽ തന്നെ ഈ പ്രചാരണത്തിലൂടെ ഭാരതത്തിൽ ഒരു ആഭ്യന്തര കലാപമടക്കം സൃഷ്ടിക്കുക, വലിയ രീതിയിലുള്ള സാമൂഹികമായിട്ടുള്ള ഒരു ഡിവൈഡ് സൃഷ്ടിച്ചെടുക്കുക എന്നുള്ള ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. പിന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് ഇപ്പോൾ ഈ ഭീകര സംഘടനകൾക്കപ്പുറത്തേക്ക് ഈ കോൺഗ്രസ് കുടുംബം എന്ന് പറയുന്നത് എന്നും അമേരിക്കയുടെ ഒരു വാലാട്ടിപ്പട്ടിയായിരുന്നു എന്ന് കൃത്യമായി പറയേണ്ടി വരും. കൃത്യമായി അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിന്റെ സ്വാധീനമുള്ള, ഇപ്പോൾ ഇന്ത്യയെ പറ്റിയൊക്കെ പറയും മറ്റേ അമേരിക്കയ്ക്ക് താക്കീത് കൊടുത്തു 7ാം കപ്പൽപ്പട വരുന്നതിനെ പറ്റി എന്നൊക്കെയുള്ള വ്യാജ പ്രചരണമൊക്കെ ഇവർ നടത്തുന്നുണ്ട്. പക്ഷേ എക്കാലത്തും അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിൻ്റെയും CIA ഒക്കെ ഇന്ത്യയിലെ ഉപകരണങ്ങളായിരുന്നു ഈ കോൺഗ്രസ് സർക്കാരുകൾ. അതിന് ഈ പറയുന്ന സോണിയാണെങ്കിലും അവരുടെ മക്കളാണെങ്കിലും ശരി, എല്ലാവരും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യം. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്ന്, ഇപ്പോൾ CIA എന്തിനാണ് ഹിന്ദുത്വ ഭീകരതയെ പറ്റിയുള്ളൊരു ചർച്ച വരുന്നത് എന്നുള്ളത് കൂടി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അപ്പോൾ CIA പോലെയുള്ള അമേരിക്കയുടെ ചാര സംഘടനയുടെ അവരുടെ ഒരു ഓപ്പറേഷൻ രീതിയുണ്ട്. ഇപ്പോൾ ഒരു രാജ്യം അവിടുത്തെ ഭരണ സംവിധാനത്തെ തങ്ങളുടെ നിയന്ത്രണത്തിൽ നിർത്തുക എന്നുള്ളത് അവർ എക്കാലത്തും ലോകത്തെ വിവിധ സ്ഥലങ്ങളിൽ അവർ പരീക്ഷിച്ച് വിജയിക്കുകയൊക്കെ ചെയ്ത കാര്യമാണ്. അപ്പോൾ കോൺഗ്രസ് സർക്കാരുകൾ എന്നുള്ളത് എക്കാലത്തും അവരുടെ നിയന്ത്രണത്തിൽ നിൽക്കുന്നു. പക്ഷേ അമേരിക്കൻ CIS പോലുള്ള സംഘടനകൾ തിരിച്ചറിയുന്നുണ്ട് ഭാരതത്തിൽ ഒരു വലിയ മാറ്റം സംഭവിക്കുന്നുണ്ട്. ആന്തരികമായി അവിടുത്തെ തദ്ദേശീയ ജനവിഭാഗം സ്വന്തം സത്വബോധത്തിൽ അധിഷ്ഠിതമായ ഒരു പുതിയ രാഷ്ട്രീയ സംവിധാനത്തിനായി വലിയ രീതിയിൽ കൊതിക്കുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യം അവർ തിരിച്ചറിയുന്നുണ്ട്. അങ്ങനെ ആ തിരിച്ചറിവിൻ്റെ ഒടുവിലാണ് അതിനെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളൊരു ലക്ഷ്യം കൂടി ഹിന്ദു ഭീകരത എന്ന് പറയുന്ന പദം കൊണ്ടുവരുന്നതിനുണ്ട്. കാരണം അന്ന് വളർന്നു വരുന്ന ഹിന്ദുത്വ പ്രസ്ഥാനങ്ങളെ ഇല്ലാതാക്കുക, അതുവഴി എന്നും തങ്ങളുടെ നിയന്ത്രണത്തിൽ നിൽക്കുന്ന ഒരു സംവിധാനത്തെ, അത് കോൺഗ്രസ് എന്ന് പറയുന്ന സംവിധാനത്തെ തന്നെ അധികാരത്തിൽ തുടരുക എന്നൊരു രീതിയുണ്ട്. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടത്, കോൺഗ്രസ് അധികാരത്തിൽ തുടരുന്നെങ്കിൽ ഒരിക്കലും ഭാരതത്തിന് ഈ രീതിയിലുള്ള വളർച്ച ഉണ്ടാകില്ല. ഭാരതത്തിന്റെ പ്രതിരോധ രംഗം ഇന്ന് ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിരോധ മേഖലകളിൽ ഒന്നായി മാറില്ല. നമ്മുടെ സീക്രട്ട് സർവീസുകൾ, നമ്മുടെ ഇന്റലിജൻസ് ഏജൻസികൾ ഇത്രയധികം സ്വാതന്ത്ര്യത്തോടെ പ്രവർത്തിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടാകില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രചരണം നടത്തി ആ പ്രചരണത്തിലൂടെ ഈ പറയുന്ന സംഘടനകളുടെ വളർച്ച തടയുക എന്നൊരു വലിയ ലക്ഷ്യമുണ്ടായിരുന്നു. ആ ലക്ഷ്യം കൂടിയാണ് കോൺഗ്രസ് നടപ്പിലാക്കിയത്. ഇപ്പോൾ ഇതൊക്കെ പലപ്പോഴും നമുക്ക് തെളിയിക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല. ഇതൊക്കെ പലപ്പോഴും ഇതിൻ്റെ ഒപ്പം നടക്കുന്ന നയതന്ത്ര വിദഗ്ധരടക്കം ചൂണ്ടിക്കാട്ടിയിട്ടുള്ള പല വിഷയങ്ങളാണ്. ഇപ്പോൾ RVS മണിയുടെ വെളിപ്പെടുത്തൽ വെച്ചിട്ടാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ സോണിയെ തൂക്കിയെടുത്ത് ജയിലിലിടണം. പക്ഷേ അത് ചെയ്യാൻ പലപ്പോഴും കഴിയാതെ പോകുന്നത് ഇത്തരം ഉദ്യോഗസ്ഥർക്ക് ഇവർ കൊടുക്കുന്നത്, ഇത് പേപ്പർ ട്രെയിലല്ലോ പലപ്പോഴും ഈ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത്. ഇത് നേരിട്ട് വന്ന് പറയുകയാണെങ്കിൽ സോണിയ ഇന്നൊരു ഉദ്യോഗസ്ഥന് നിർദ്ദേശം നൽകുന്നു, സോണിയ അല്ലെങ്കിൽ RVS മണിക്ക് നിർദ്ദേശം നൽകുന്നു, അല്ലെങ്കിൽ സോണിയ ദിഗ്വിജയ് സിംഗിലൂടെ ഈ പറയുന്ന പാർട്ടിയിലൂടെ കാര്യങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ ഇത്തരം നടപടികൾ ഉണ്ടാകുമ്പോൾ പലപ്പോഴും നിയമ നടപടികളിലേക്ക് പോകുമ്പോൾ ചില പ്രതിസന്ധികൾ നേരിടുന്നത് കൊണ്ടാണ് ഇവരൊക്കെ ഇപ്പോഴും നമ്മുടെ നാട്ടിൽ ഇങ്ങനെ നിവർന്ന് നടക്കുന്നത്. അല്ല എങ്കിൽ നമ്മുടെ രാജ്യത്തെ ഒറ്റുകൊടുത്ത പാക് ഭീകരവാദികൾക്കൊപ്പവും അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിനൊപ്പവും ചേർന്ന് നിന്നുകൊണ്ട് നമ്മുടെ രാഷ്ട്രത്തിന്റെ പുരോഗതി തടയുകയും നമ്മുടെ നാട്ടിലെ ഏറ്റവും ജനസംഖ്യയുള്ള ജനവിഭാഗത്തെ തീവ്രവാദികൾ എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം കൂടി നടത്തി ഇവരെയൊക്കെ പിടിച്ച് ജയിലിലിടുകയായിരുന്നു വേണ്ടത് എന്നുള്ളതാണ്. എന്തായാലും ഇപ്പോൾ അഹമ്മദിന്റെ പങ്കാളിത്തത്തെക്കുറിച്ചൊക്കെ ഇന്ന് RVS മണി ജനം TVയോട് പറഞ്ഞൊരു കാര്യങ്ങൾ എനിക്കതിൽ പുതുമയൊന്നും തോന്നുന്നില്ല. രഞ്ജിത്ത് വൈസനം പറഞ്ഞതുപോലെ തന്നെയാണ്. കാരണം ഇവിടെ രണ്ടാം മാറാട് കലാപത്തിൽ ഹിന്ദു വിഭാഗങ്ങളെ കൂട്ടക്കൊല ചെയ്യാൻ വേണ്ടി നേതൃത്വം കൊടുത്തത് മുസ്ലിം ലീഗിന്റെ നേതാക്കളായിരുന്നു എന്നുള്ളത് അന്വേഷണത്തിൽ തെളിഞ്ഞതാണ്. ഇപ്പോൾ അത് പക്ഷേ കേരളത്തിൽ ഇപ്പോഴും ചർച്ചയാകുന്നില്ല. ഒരു അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് കൊണ്ടുവന്നിട്ട് പോലും മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് ഒരു തീവ്രവാദ സംഘടനയാണെന്ന് വരുത്തി അല്ലെങ്കിൽ അങ്ങനെയുള്ള ആരോപണങ്ങൾ ഉന്നയിക്കാൻ കഴിയുന്ന കണ്ടെത്തലുകൾ നമ്മുടെ മുന്നിലുണ്ടായിട്ടും മുസ്ലിം ലീഗ് കേരളത്തിലെ മതേതര ജനാധിപത്യ
മറ്റേ കാവൽ മാലാകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇ അഹമ്മദിനെ പോലെയുള്ള ആളുകൾക്ക് ഇത്തരത്തിലുള്ള കോൺഗ്രസും ISIയും തമ്മിലുള്ള ഈ ഗൂഢാലോചനയിൽ പങ്കാളിത്തമുണ്ടായിരുന്നു എന്ന് പറയുന്നതിൽ പുതുമയൊന്നും ഉള്ളതായി എനിക്ക് തോന്നുന്നില്ല. പക്ഷേ സോണിയയ്ക്കെതിരെ നടപടി വരുമോ എന്നുള്ളതാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ വരേണ്ട പ്രധാന ചോദ്യം. അന്ന് അധികാരത്തിലിരുന്ന കോൺഗ്രസിന്റെ മന്ത്രിമാർക്കെതിരെ നടപടി വരുമോ എന്നുള്ളതാണ് ചോദ്യം. ഇതിന് കൂട്ടുനിന്ന മുഴുവൻ കോൺഗ്രസ് നേതാക്കളെ പിടിച്ച് തൂക്കിയെടുത്ത് ജയിലിലിടുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അത്തരം നടപടികൾ ഉണ്ടായെങ്കിൽ മാത്രമേ നമ്മുടെ നാടിനെ ഒറ്റിക്കൊടുത്ത ഈ കുടുംബത്തിനെ വേരോടെ തൂക്കിയെടുത്ത് ജയിലിലിടുക എന്നുള്ളത് മാത്രമാണ് പരിഹാര നടപടിയെ ഞാൻ കാണുന്നത്. യെസ്, അത് തന്നെയാണ്. എല്ലാ പ്രശ്നങ്ങളുടെയും കാരണം നെഹ്റു പരിവാറാണ് എന്ന് പലപ്പോഴും ദേശീയ പ്രസ്ഥാനങ്ങളുടെയൊക്കെ നേതാക്കൾ പല ഘട്ടങ്ങളിലും തുറന്നടിക്കുന്നത് കേട്ടിട്ടുണ്ട്. ഒരു രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിൻ്റെ 947 മുതലുള്ള ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ അങ്ങനെ തന്നെ വ്യാഖ്യാനിക്കേണ്ടി വരും. നെഹ്റു കുടുംബം പല രീതിയിൽ ഈ രാജ്യത്തിൻ്റെ പരമാധികാരത്തെ വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അവരുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട്. ഈ ഹിന്ദുത്വ ഭീകരത എന്ന ഒരു ടേം കോയിൻ ചെയ്ത് എടുത്തതിൽ പോലും സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ളവർക്കുള്ള പങ്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അത്തരം തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്.